അപ്പോൾ ഒരു അമ്മ എന്നുള്ള നിലയിൽ ഇത് കേൾക്കുമ്പോൾ ഭയങ്കരമായിട്ട് വിഷമം വരുമല്ലോ. അപ്പോൾ ഒറ്റമൂലി പ്രയോഗിക്കുന്ന ചില ജ്യോതിഷി എന്ന് പറഞ്ഞു നടക്കുന്നവരുണ്ട്. വൈ മീ ഗോഡ്, എൻ്റെ ലൈഫിൽ മാത്രം എന്താ ഇത്രയും സന്തോഷം. വളരെ ലൈഫ് ചേഞ്ചിങ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. ആ കാര്യം മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫ് 360 ഡിഗ്രി ചേഞ്ച് ആകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കഴിഞ്ഞ ദിവസം എനിക്ക് യൂട്യൂബ് വീഡിയോയ്ക്ക് താഴെ വന്നൊരു കമൻ്റാണ്, ടീച്ചർ ജാതകം നോക്കിച്ചപ്പോൾ ഭയങ്കര ദോഷ സമയമാണ്, എൻ്റെ മരുമകന് ജോലി കിട്ടുന്നില്ല, സാമ്പത്തികപരമായിട്ട് വളരെയധികം ബുദ്ധിമുട്ടിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ്, ഈ ഒരു ജാതകദോഷം എന്നെ വല്ലാതെ വേട്ടയാടുന്നു, എനിക്കെങ്ങനെ മുമ്പോട്ട് പോകാൻ പറ്റും, എവിടെ നോക്കിച്ചിട്ടും പറയുന്നു, 3-4 സ്ഥലത്ത് നോക്കി അപ്പോഴൊക്കെ പറയുന്നത് കഷ്ടകാലമാണ്, അനുഭവിച്ചേ പറ്റൂ എന്നുള്ളതാണ്, ഇതിന് ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് ചോദിക്കേണ്ടത്. അപ്പോൾ അതിനുള്ള കാര്യങ്ങളാണ് ടീച്ചർമാർ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. ഞാൻ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ്, അതായത് 4 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ വളരെ നെഗറ്റീവായിരുന്ന ആ ഒരു സമയത്ത് എന്നൊരു ദിവസം അമ്പലത്തിൽ പോവുകയാണ്. അമ്പലത്തിൽ പോയിട്ട് അവിടെ ചെന്ന് പിന്നെ ഞാനും എൻ്റെ മൂത്ത മകനും കൂടെ പോകാനുള്ള റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ, മോൻ ആ സമയത്ത് ഓൺലൈൻ ക്ലാസ്സാണ്, പഠനത്തിൽ ഭയങ്കര ഉഴപ്പ്, 10th പഠിക്കുന്നത്. അവൻ്റെ റിസൾട്ട് എങ്ങനെയാവും, 10th പഠിക്കുന്ന കുട്ടികളുള്ള പേരൻസിന് അറിയാം അവരുടെ ആ ഒരു ടെൻഷനും കാര്യങ്ങളും. അപ്പോൾ ആ സമയത്ത് ഞാനിങ്ങനെ പിന്നെ ഇവൻ പഠിക്കുന്നില്ല, അപ്പോൾ ഇവൻ എന്തെങ്കിലും ഒരു ചരട് ജപിച്ച് കിട്ടും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ആ ദോഷങ്ങളൊക്കെ മാറുമല്ലോ എന്നൊക്കെ പറഞ്ഞാണ് അന്ന് എൻ്റെ വിശ്വാസം അങ്ങനെയായിരുന്നു കേട്ടോ. അങ്ങനെ അന്ന് ഞാൻ അമ്പലത്തിൽ പോകുന്നു. അപ്പോൾ അമ്പലത്തിൽ ചെന്നപ്പോൾ അവിടുത്തെ പോറ്റി പറഞ്ഞു, നിങ്ങളുടെ മകന് ഭയങ്കര കഷ്ടകാലമാണ്, ഭയങ്കര കഷ്ടകാലമാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു അമ്മ എന്നുള്ള നിലയിൽ ഇത് കേൾക്കുമ്പോൾ ഭയങ്കരമായിട്ട് വിഷമം വരുമല്ലോ. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താണ്. അപ്പോൾ പുള്ളിയോട് പറഞ്ഞു, ഞാൻ ഇവിടെ ഇതുപോലെ ഈ നോക്കുകയൊക്കെ ചെയ്യുമല്ലോ, ജാതകമൊക്കെ നോക്കുന്നതാണ്, ജാതകം കൊണ്ട് പിന്നെ ഈ ബുധനാഴ്ച ഇവിടെ ഞാൻ കാണത്തില്ല, ഞാനൊരു സ്ഥലത്ത് പോവുകയാണ്, കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വരും എന്നൊക്കെ പറഞ്ഞ് പുള്ളി ഒരു ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ എനിക്ക് തോന്നിയത് ഒരു ബിസിനസ്സാണ് എന്ന് അന്ന് തോന്നി. അന്ന് ഇതിനെക്കുറിച്ചൊന്നും വലിയ അറിവും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ ആ ഒരു ചിന്ത എൻ്റെ മനസ്സിലേക്ക് കടന്നുകൂടിയോ, കുഞ്ഞിന് മക്കൾക്ക് ദോഷം വരുന്നൊരു കാര്യം അമ്മയെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര വിഷമമാണല്ലോ. അപ്പോൾ ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്നിങ്ങനെ ആലോചിച്ചപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു വേറൊരു സ്ഥലത്ത് പോയി നോക്കിക്കാം. അന്ന് നമ്മളുടെ ആ ഒരു നെഗറ്റീവ് മൈൻഡ് സെറ്റിലിരിക്കുമ്പോൾ അങ്ങനെയൊക്കെയല്ലേ ചിന്തിക്കുന്നത്. വേറൊരു സ്ഥലത്ത് പോയി നോക്കിച്ചു. അങ്ങനെ മോൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് പറഞ്ഞു, ഇന്നടത്ത് ഇന്ന കാര്യങ്ങളൊക്കെ പ്രതിവിധികളൊക്കെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞു അടുത്ത പ്രാവശ്യം ഇന്ന ഡേറ്റിൽ വരണമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ അടുത്തൊരു അപ്പോയിൻമെൻറ്റിൻ്റെ ഡേറ്റും തന്നു. എന്നിട്ട് അന്ന് വരുമ്പോൾ നിങ്ങളുടെ ജാതകം കൂടെ കൊണ്ടുവരണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റെ ജാതകം കൊണ്ടുപോയപ്പോൾ ആ ജാതകം നോക്കിയിട്ട് ആ ജ്യോത്സ്യൻ എന്നോട് പറഞ്ഞത്, ഇത്രയും ഈശ്വരാധീനമില്ലാത്തൊരു ജാതകം എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. അടുത്തൊരു വർഷം നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും കഷ്ടകാല സമയമാണ്. അതായത് ഇത്രയും മോശം പിന്നെ ജാതകം, അതായത് 1% പോലും ഈശ്വരാധീനമില്ല, കഷ്ടകാലം വരാൻ പോകുന്നു, അങ്ങനെയാണ് ഇങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എപ്പോഴും നമ്മൾ ജ്യോത്സ്യന്മാരുടെ അടുത്തൊക്കെ പോകുമ്പോൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഇങ്ങനെ ഓപ്പൺ ആയിരിക്കും, അവർ പറയുന്ന കാര്യങ്ങളെല്ലാം അതിൻ്റെ ഉള്ളിലേക്ക് കയറിപ്പോകും. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് കഷ്ടകാലമാണ്, നിങ്ങൾക്ക് നിങ്ങളുടെ ജോലി നഷ്ടപ്പെടാൻ പോകുന്നു, നിങ്ങൾക്ക് വലിയൊരു ഹെൽത്ത് ഇഷ്യൂ വരാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാൻ ഭയങ്കര വിഷമിച്ചാണ്. എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്, അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ഞാനിങ്ങനെ ചിന്തിക്കുകയാണ്, അയ്യോ എനിക്ക് എന്ത് ഹെൽത്ത് ബ്ലെസ്സിംഗ് ആണ് വരുന്നത്, എൻ്റെ ജോലി നഷ്ടപ്പെടും. ഈ ചിന്തയായിരുന്നു ശരിക്കും അത് നടത്തിയത്. എനിക്ക് എൻ്റെ ജോലി നഷ്ടപ്പെടുകയും ഹെൽത്ത് ബ്ലെസ്സിങ്, ഹെൽത്ത് ഇഷ്യൂ വരികയും ചെയ്തു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു വ്യക്തി എന്ത് ചിന്തിക്കും, ആ വ്യക്തി പറഞ്ഞത് അച്ചട്ടായി, അത് തന്നെ നടന്നില്ലേ. ശരിക്കും അവരിത് പറഞ്ഞു തരുമ്പോൾ നമ്മുടെ മനസ്സിൽ നമ്മൾ ചിന്തിച്ച് ലോ ഓഫ് അട്രാക്ഷൻ പ്രകാരം ആ സിറ്റുവേഷൻ നമ്മൾ അട്രാക്ട് ചെയ്തിട്ട് നമ്മൾ ആ വ്യക്തി അടിപൊളി, അത് പറഞ്ഞതുപോലെ സംഭവിച്ചു. എൻ്റെ ലൈഫിൽ സെയിം സംഭവിച്ചു. പിന്നീടാണ് ഞാൻ മനസ്സിലാക്കുന്നത് മൈൻഡ് പവറിൻ്റെ അനന്തമായ സാധ്യതകളെക്കുറിച്ചും. അങ്ങനെ ഞാൻ മനസ്സിലാക്കുമ്പോൾ ശരിക്കും ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, നമ്മുടെ ചിന്തകളാണ് നമ്മുടെ ലൈഫ് ക്രിയേറ്റ് ചെയ്യുന്നത്. അങ്ങനെ ഞാൻ എൻ്റെ തോട്ട് പ്രോസസ്സ് മാറ്റിയപ്പോൾ ആ വ്യക്തി പറഞ്ഞ ആ ഒരു 1 ഇയർ എൻ്റെ ലൈഫിലെ ഏറ്റവും വൺ ഓഫ് ദ സക്സസ്ഫുൾ ഇയറായി മാറി അല്ലേ. അപ്പോൾ ചേട്ടൻ എന്താണ് പറയാനുള്ളത്? നമ്മൾ ഇത്തരത്തിലുള്ള വിശ്വാസങ്ങളും കൊണ്ട് നടക്കണോ? അതിൽ നിന്നൊക്കെ കാര്യം ചേട്ടൻ തന്നെ അറിയാം, പണ്ട് ഞാനും ഇതുപോലെ എന്തെങ്കിലും ഒരു പ്രശ്നം വരും, അന്ന് നമുക്ക് വേറെ ആരുമില്ല, അഭയമില്ല. എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ അയ്യോ കഷ്ടകാല സമയമാണ്, നമുക്ക് പോയി നോക്കിക്കാം എന്ന് പറഞ്ഞ് നമ്മൾ പോയി നോക്കിക്കും. പക്ഷെ അവർ നല്ല കാര്യമാണ് പറയുന്നെങ്കിൽ നല്ലത് അല്ലേ ജ്യോത്സ്യന്മാർ. അതായത് ജ്യോതിഷത്തെ വിശ്വസിക്കരുത് എന്ന് പറയത്തില്ല. കാര്യം നല്ല ജ്യോതിഷം അറിയാവുന്ന ഒരുപാട് മിടുക്കരും വിദഗ്ധരും ഉണ്ട്. അവര് ജ്യോതിഷം അറിയാവുന്നവർ ഒരിക്കലും ആരെയും പേടിപ്പിക്കത്തില്ല, അവരങ്ങനൊന്നും പറയത്തില്ല. അവർ പോസിറ്റീവായിട്ട് കാര്യം. പക്ഷേ ജ്യോതിഷം അറിഞ്ഞുകൂടാത്ത ഒരുപാട് പേരുണ്ട്. അവർ ആൾക്കാരെ പേടിപ്പിക്കുക, അവരൊരു ബിസിനസ് ആക്കിക്കൊണ്ട് പൈസ ചെലവാക്കിക്കുക, ഇന്നത് ചെയ്യുക എന്നുള്ളത്. അങ്ങനെ പിന്നെ ഇപ്പോൾ നേരെ മറിച്ച് നിങ്ങൾ തിരിച്ചൊന്ന് ആലോചിച്ച് വെക്കുക. നമ്മളടുത്ത് ഒരു ജ്യോത്സ്യൻ്റെ അടുത്ത് പോകുമ്പോൾ നമ്മളടുത്ത് പറയുകയാണ്, ഞങ്ങൾ ജ്യോത്സ്യൻ എന്ന് പറയുന്ന ചിലർ പണിക്കരെന്ന് പറയും. നിങ്ങൾ പോയി നോക്കുമ്പോൾ ജ്യോത്സ്യൻ പറയുകയാണ്, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ല സമയമാണ്, നിങ്ങളുടെ ലൈഫിലേക്ക് ഭയങ്കര ഭാഗ്യം വരാൻ പോകുന്നു, നിങ്ങളൊരു കോടീശ്വരിയായി മാറും, നിങ്ങൾക്ക്
ഏറ്റവും നല്ല കാലഘട്ടം. അപ്പോൾ നമ്മൾ എന്തായിരിക്കും ചിന്തിക്കുന്നത്, എനിക്ക് എന്ത് നല്ല കാലമായിരിക്കും വരുന്നത്. പോസിറ്റീവ് എനർജിയായി ഇത് വേണം ഇട്ടുകൊടുക്കാൻ. ജ്യോതിഷം മോശമാണെന്നോ ജ്യോതിഷം അറിയാവുന്നവരും അവർ ആ തെറ്റായ സെൻസ് ആണെന്നോ ഒന്നുമല്ല നമ്മൾ പറയുന്നത്. അവർ നല്ല കാര്യങ്ങൾ ഇട്ട് കൊടുക്കണം. നല്ല കാര്യങ്ങൾ ഇട്ട് കൊടുക്കുമ്പോൾ ആ വ്യക്തിയുടെ ലൈഫിൽ അവർ ചിന്തിക്കും, അയ്യോ അപ്പോൾ ലോ ഓഫ് അട്രാക്ഷൻ പ്രകാരം എന്ത് സംഭവിക്കും, അവർക്ക് നല്ലത് വരും. അവർക്ക് നല്ലത് വരുമ്പോൾ എന്ത് സംഭവിക്കും, അപ്പോൾ അവർ ഓർക്കും, അയ്യോ ഇന്നാൾ അന്നേ പറഞ്ഞിരുന്നത് എനിക്ക് നല്ല. അവിടെയാണ് നമ്മൾ ശരിക്കും നമ്മുടെ ബിസിനസ് നടക്കുന്ന കാര്യം. എന്താ, അപ്പോൾ ആ ജ്യോത്സ്യരെ അന്ന് പറഞ്ഞതുപോലെ കറക്റ്റായ ജ്യോത്സ്യർക്ക് എന്തെങ്കിലും എന്താ പറയുക ദക്ഷിണ ഗിഫ്റ്റും ഒക്കെ കൊണ്ടു കൊടുക്കും. ശരിക്കും പലരും മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ചിന്തകൾ മാറുമ്പോൾ നമ്മുടെ ലൈഫ് മാറുമ്പോൾ ആ വ്യക്തി പറഞ്ഞു കേട്ട് അന്ന് എൻ്റെ ലൈഫ് ഞാൻ മോശമാക്കിയില്ല, എൻ്റെ ചിന്തകൾ നന്നായപ്പോൾ എൻ്റെ ലൈഫ് മാറി. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ അത് ആലോചിച്ച്, അയ്യോ ജോലി കിട്ടാൻ പാടാണ്, ഇത്ര നാൾ വരെ എനിക്ക് കണ്ടകശനി കാലമാണ്, കണ്ടകശനി കൊണ്ടേ പോത്തുള്ളൂ, ഈ ഒരു സമയത്ത് ഞാൻ ഇനി എത്ര കഷ്ടപ്പെട്ടാൽ, അങ്ങനെ ഒന്നുമില്ല. ജീവിതത്തിൽ നമ്മുടെ ചിന്തകളിലൊരു ഡിപ്പ് വരാത്തിടത്തോളം നമ്മുടെ ജീവിതത്തിൽ ഒരു ഡിപ്പ് വരത്തില്ല. എപ്പോഴും ഉയർന്ന ചിന്തകൾ വെക്കും, ഇനി എനിക്ക് ഏറ്റവും നല്ല ദിവസങ്ങളാണ് വരാൻ പോകുന്നത്, എൻ്റെ ലൈഫിൽ ഞാൻ അടിപൊളിയാവും, സൂപ്പറാവും, എനിക്ക് ഏറ്റവും സക്സസ് കിട്ടും അല്ലേ. അങ്ങനെ വേണം ചിന്തിക്കാനായിട്ട്. എപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിച്ചപ്പോൾ കഴിഞ്ഞ നമ്മുടെ ലൈഫ് 4 വർഷത്തിനപ്പുറം എന്തോരം മാറി എന്ന് വെച്ചാൽ ഞങ്ങൾ ഡ്രീം ലൈഫിലാണ് ഇന്ന് ജീവിക്കുന്ന. സന്തോഷവും സമാധാനവും സക്സസ്. കാര്യം എന്താ, നമ്മുടെ ചിന്തകൾ മാറി. നെഗറ്റീവായിട്ട് ചിന്തിക്കുന്ന സമയത്ത് നമുക്കത്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരോടും പറയാനുള്ളത്, നിങ്ങൾ ഇങ്ങനെയുള്ള ഇതുണ്ടല്ലോ, അതായത് ജ്യോത്സ്യരുടെ അടുത്ത് പോയി നോക്കി അവർ ഈ അതിനെ മനസ്സിലേക്ക് എടുക്കുക. നെഗറ്റീവായിട്ട് അവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ മനസ്സിലേക്ക് എടുത്ത് അല്ലേ, അത്തരം കാര്യങ്ങൾ അത് നിങ്ങൾ മനസ്സിലേക്ക് എടുത്ത് അതിനെപ്പറ്റി നിരന്തരം ചിന്തിക്കുമ്പോൾ ലോ ഓഫ് അട്രാക്ഷൻ പ്രകാരം അങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമ്മൾ അട്രാക്ട് ചെയ്യും, അത് തന്നെ നടക്കും. അതുകൊണ്ട് അതൊക്കെ വിട്ടിട്ട് അതിലൊന്നും നെഗറ്റീവായിട്ട് പറഞ്ഞ കാര്യങ്ങളൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. നല്ലത് വല്ലതും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ എടുത്തോ. ഇനി എന്താ പറയാനുള്ളത്? അത് തന്നെ കറക്റ്റാണ് പറഞ്ഞത്. കാര്യം ആ പോസിറ്റീവായിട്ട് എന്തെങ്കിലും പറയാം അത് മാത്രം എടുക്കുക. നെഗറ്റീവായിട്ട് പറയുന്നത് നിങ്ങൾ നല്ല കാലമല്ല, നിങ്ങൾ കഷ്ടകാലം വരാൻ പോകുന്നു, അവിടെ വിട്ടുകളയാ. നമുക്ക് എപ്പോഴും നല്ല കാലമേ വരുവുള്ളൂ എന്നുള്ളൊരു ആ ശുഭപ്രതീക്ഷയിൽ തന്നെ പോകണം. കാര്യം അതല്ലേ, നമ്മൾ നല്ലത് വരുമെന്ന് ചിന്തിച്ചാൽ നമുക്ക് നല്ലത് വരികയും മോശം വരുമെന്ന് ചിന്തിച്ചാൽ മോശം വരികയും ചെയ്യും. നല്ലത് ചിന്തിച്ച് നല്ലത് നേടിക്കൂടെ? എന്തിനാ ലൈഫിൽ ഞാൻ എൻ്റെ ലൈഫിൽ എത്ര വർഷം കരഞ്ഞു നിങ്ങൾക്കറിയാമോ? കരഞ്ഞു ജീവിച്ചു. എല്ലാവരും എന്തോ എന്നോട് ഇങ്ങനെ പെരുമാറുന്നത്, എൻ്റെ ജീവിതത്തിൽ എന്താ ഇങ്ങനെ ഉയർച്ചയില്ലാത്ത, എനിക്ക് മാത്രം എന്താ ഇങ്ങനത്തെ ഒരു അവസ്ഥ? ഇപ്പൊ ഞാൻ തിരിച്ചാ ചിന്തിക്കുന്നത്, വൈ മീ ഗോഡ്, എൻ്റെ ലൈഫിൽ മാത്രം എന്താ ഇത്രയും സന്തോഷം, എൻ്റെ ലൈഫിൽ മാത്രം എന്താ ഇത്രയും സമാധാനം, എൻ്റെ ലൈഫിൽ മാത്രം എന്താ ഇത്രയും സക്സസ്, എൻ്റെ ലൈഫിലേക്ക് മാത്രം എന്താ ഇത്രയും പൈസ വരുന്നത്. യൂണിവേഴ്സ് താങ്ക് യു. ഇങ്ങനൊരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിലേക്ക് ആ വൈ മീ ഒന്ന് ചേഞ്ച് ചെയ്തേ ഉള്ളൂ. ലൈഫ് ടാറ്റാ സ്കൈയുടെ പരസ്യത്തിൽ പറയുന്ന പോലെ ജിങ്കാലാലയായി മാറി. നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിനെ ജിങ്കാലാലയാക്കണോ അതോ സങ്കടപ്പെട്ടിരിക്കണോ, നിങ്ങളുടെ ചോയ്സാണ്. അപ്പോൾ എന്താണ് വേണ്ടത് എന്നുള്ളത് നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. 1 എന്താണ് ലൈഫ് ജിങ്കാലാലയാക്കണം, 2 സങ്കടപ്പെട്ടിരിക്കണം. 1 ആണോ 2 ആണോ കമന്റിൽ 1 or 2 എന്ന് കൃത്യമായിട്ട് രേഖപ്പെടുത്തുക. ഓക്കെ, അപ്പൊ ലൈഫ് അടിച്ചു പൊളിക്കുക. ആരെന്തോ പറയട്ടെ, അതൊന്നും നെഗറ്റീവായിട്ടുള്ള ഒന്നും മനസ്സിലേക്ക് എടുക്കണ്ട. നിങ്ങൾ തീരുമാനിക്കുക, ഇനി എൻ്റെ ലൈഫിൽ വരാൻ പോകുന്ന ദിവസങ്ങൾ ഏറ്റവും അടിപൊളിയാണ്, സൂപ്പറാണ്, എൻ്റെ ലൈഫിൽ ഞാൻ വിജയിക്കുക തന്നെ ചെയ്യും. ആരും ഈ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ മനസ്സിൽ നിന്ന് വിട്ട് കളഞ്ഞിട്ട് പോസിറ്റീവായിട്ട് എടുക്കുക. ഞാൻ ചെയ്യുന്ന ഓരോന്നിലും എനിക്ക് വിജയം ലഭിക്കും, ഞാൻ മുമ്പോട്ട് ഏറ്റവും സക്സസ്ഫുൾ ആകും എന്ന് ചിന്തിച്ച് ആ ഡ്രീം ലൈഫിനെ സ്വപ്നം കണ്ട് ധൈര്യമായിട്ട് മുന്നോട്ട് പോവാം. പ്രപഞ്ചശക്തിയും അതുപോലെ തന്നെ ടീച്ചറമ്മയും നിങ്ങൾക്കൊപ്പം എപ്പോഴും ഉണ്ട്. നമ്മുടെ ലൈഫ് സ്റ്റൈൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അല്ലേ. അതിൽ ഒരുപാട് വീഡിയോസ്, സുജാർ മോഹൻ ലൈഫ് സ്റ്റൈൽ. കാര്യം അതിൽ ടീച്ചറമ്മ ക്ലാസ്സിന് പുറത്ത് എങ്ങനെയാണ് ഫുൾ ടൈം എനർജറ്റിക് ആൻഡ് ഹാപ്പി ആയിട്ട് ലൈഫ് സെലിബ്രേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ജീവിച്ച് കാണിക്കുന്നത്. സോ ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തീർച്ചയായിട്ടും അതിലെ വീഡിയോസ് വാച്ച് ചെയ്യുക. അതും നിങ്ങൾക്ക് ലൈഫ് ചേഞ്ചിങ് ആയിട്ടുള്ളതായിരിക്കും. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് അല്ലേ. താങ്ക് യു.